தெளிந்து தெளிந்து தெளிந்தாடு பாம்பே சிவன் சீர்பாதங்கண்டு தெளிந்தாடு பாம்பே ஆடு பாம்பே தெளிந்தாடு பாம்பே சிவனடியினை கண்டோமென்றாடு പാമ്പേ. പാമ്പാട്ടി സിദ്ധരുടെ പാമ്പാട്ടി ചിന്ത്. പാമ്പാട്ടി ചിന്ത് കേരളത്തിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു പാട്ടാണ്, സിദ്ധർ പാടലുകൾ. അപ്പം എല്ലാവരും വിചാരിക്കും ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ. ഇത് പ്രസിദ്ധമായത് ഈ പേരിലല്ല, ഇതിന് സമാനമായ ഒന്ന് നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ എഴുതി കുണ്ടലിനി പാട്ട് എന്നാ പറയാം. നമുക്കിതിൻ്റെ അവസാനം പാടാതെ. കുണ്ടലിനി പാട്ട് നാരായണ ഗുരുദേവൻ പാമ്പാട്ടി ചിന്തിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ അനുകരിച്ചെന്ന് പറഞ്ഞ് ശരിയാണോ എന്ന് എനിക്കറിയില്ല, എഴുതിയൊരു കൃതിയാണ്. കുണ്ടലിനിയാകുന്ന പാമ്പിനോട് ഉണരാൻ പറയാണ് ഇത്. പക്ഷെ തമിഴിൽ ഇത് എഴുതിയിരിക്കുന്നത് പാമ്പാട്ടി സിദ്ധർ എന്ന് പറയുന്ന സിദ്ധറാണ്. പേര് പോലെ തന്നെ ഇതൊരു പാമ്പാട്ടിയായിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു വളരെ താഴ്ന്ന ജോലി, താഴ്ന്ന എന്താ പറയുക, ജന്മമഹത്വം ഇല്ലാത്തവർ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ അതൊന്നും ഇല്ലാത്തവരാണ്. അപ്പം അദ്ദേഹം പാമ്പ് പിടിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ ചട്ടൈനാഥറാണ്, ചട്ടൈനാഥർ എന്ന് പറഞ്ഞൊരു സിദ്ധനുണ്ട്. ഒരിക്കലും ഇദ്ദേഹം പാമ്പ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചു, നീ പിടിച്ച ഏറ്റവും വലിയ പാമ്പ് ഏതാ? പറഞ്ഞു, ഇത്ര വലിപ്പമുള്ള പാമ്പ്, അത്ര വലിപ്പമുള്ള പാമ്പ്. ഈ പാമ്പ് പിടുത്തക്കാർക്ക് ഒരു പ്രത്യേക ഒരു ഹരമുണ്ട്, ഏറ്റവും വിഷമുള്ള ഏറ്റവും വലിയ പാമ്പിനെ പിടിക്കാന്നുള്ളത്. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അത്, പാമ്പ് പിടുത്തക്കാരുടെ ഒരു രീതി. ഇതാണ് ഏറ്റവും വലുത് എന്നൊക്കെ പറയുന്നത്. അത് അവരുടെ ഒരു ക്രെഡിറ്റിൻ്റെ ഭാഗമാണ്. അപ്പം ഇയാൾ ചോദിച്ചു, ഗുരുനാഥൻ ചോദിച്ചു, ഇത്ര വലിപ്പമുള്ള പാമ്പിനെ നീ പിടിച്ചിട്ടുള്ളൂ? ഇതിലും വലിയ പാമ്പുണ്ട്. അതേതാ പാമ്പ്? അങ്ങനെ ഒരു പാമ്പിനെ പിടിക്കാൻ ഞാൻ പഠിപ്പിക്കാം എന്ന് പറഞ്ഞു. ആ പാമ്പ് ഏതാണെന്നറിയോ? കുണ്ടലിനി പാമ്പ്. ആ കുണ്ടലിനി പാമ്പിനെ പിടിക്കാൻ ചട്ടൈനാഥർ പഠിപ്പിച്ചു. അങ്ങനെയാണ് പാമ്പാട്ടി ഉണ്ടായതെന്നാണ് പറയുന്നത്. പാമ്പാട്ടി സിദ്ധർ ഉണ്ടായത്. അദ്ദേഹം ഒരുപാട് കാലം മരുതുമലയിൽ മുരുകനെ ഉപാസിച്ചിട്ടുണ്ട്. കൊള്ളിമലയിൽ എല്ലാ സിദ്ധന്മാരും ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയാം. അദ്ദേഹം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. ഒരുപാട് കഥകൾ പാമ്പാട്ടി സിദ്ധറുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കേരളവുമായിട്ട് വലിയൊരു കണക്ഷൻ പാമ്പാട്ടി സിദ്ധർക്കുണ്ട്, നാരായണ ഗുരുവിൻ്റെ കണക്ഷൻ അല്ലാതെ. ആ കണക്ഷൻ എന്താന്ന് വെച്ചാൽ, നമ്മുടെ കേരളത്തിൽ ജീവിച്ചിരുന്ന എന്ന് പറയുന്നത് തെറ്റാ, ജീവിക്കുന്ന എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അദ്ദേഹം ഉണ്ടെന്നാണ് വിശ്വാസം. അദ്ദേഹത്തിന്റെ പേര് ശിവപ്രഭാകര സിദ്ധയോഗികൾ എന്നാണ്. ഞാൻ ഇതിന് മുമ്പേ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ച്, 18 മിസ്റ്റിക്കുകളിൽ സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തിന്റെ വളരെ അടുത്തൊരു ശിഷ്യനെ പരിചയമുണ്ട്. ഒരുപാട് കഥകൾ ഞാൻ അദ്ദേഹത്തിന്റെ നേരിട്ട് കേട്ടിട്ടുണ്ട്. ഒരുപാട് കഥകൾ, പറയുന്നതും പറയാൻ പറ്റാത്തതുമായിട്ടുള്ള കഥകൾ. ഒരുപാട് പേര്, അദ്ദേഹവുമായി ബന്ധമുള്ള ഒരുപാട് പേരെ നേരിട്ട് കണ്ട ഒരുപാട് പേരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഒരു എനിഗ്മയായിരുന്നു പ്രഭാകര സിദ്ധയോഗി. എത്ര കാലം ജീവിച്ചു എന്ന് ചോദിച്ചാൽ അറിയില്ല. ഈ ഇടയ്ക്ക് ഉണ്ണിയാർ, ഒരു എഴുത്തുകാരല്ലേ, ലീല സിനിമയുടെ ഒക്കെ തിരക്കഥാകൃത്ത്, അദ്ദേഹം പ്രഭാകര സിദ്ധയോഗികളെ കണ്ട കഥ എം.എൻ. വിജയമാഷ് ഒരു യുക്തിവാദിയാണ്. യുക്തിവാദിയാണോന്ന് എനിക്കറിയില്ല, എന്തായാലും കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം പ്രഭാകര സിദ്ധയോഗികളെ കണ്ട കഥ വിവരിച്ചുകൊണ്ട് ഒരു പത്രത്തിൽ, എൻ്റെ ഒരു ഓൺലൈൻ ഫോട്ടോ, മനോരമയിലാണെന്ന് എൻ്റെ ഓർമ്മ, എഴുതി പ്രഭാകര സിദ്ധയോഗി എന്ന് പറഞ്ഞു. അത് വലിയ വിവാദമൊക്കെ ആയി. കാരണം കേരളത്തിലെല്ലാം വിവാദമാകുമല്ലോ, ഇങ്ങനെ ഒരാളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വിവാദമായി. അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നു, എന്തോ ആവട്ടെ. അദ്ദേഹം അത് എഴുതാണ്ടായ ലോജിക്ക് എം.എൻ. വിജയമാഷ് അതിനെ വൗച്ച് ചെയ്തു എന്നുള്ളതാണ്. എം.എൻ. വിജയമാഷ് പോലെ ഒരാൾ എന്തിന് അങ്ങനെ ഒരു ഇല്ലാ കഥ പറയണം, അതും അന്ധവിശ്വാസ പ്രചരണത്തിന് കൂട്ടുവെക്കണം എന്നൊക്കെ ലോജിക്ക് വെച്ചായിരിക്കും അദ്ദേഹം എഴുതിയത്. പക്ഷെ നല്ല ഏറുമുട്ടും കിട്ടി. അതുകൊണ്ട് ആർക്കാർക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് പറയാതിരിക്കാൻ വയ്യ. നമുക്ക് നേരിട്ട് അനുഭവമുള്ള ഒരുപാട് കാര്യങ്ങൾ സിദ്ധരായിട്ടുണ്ട്, പ്രഭാകര സിദ്ധയോഗികളായിട്ടുണ്ട്. പ്രഭാകര സിദ്ധയോഗികളുടെ ഗുരുവായിരുന്നു പാമ്പാട്ടി സിദ്ധർ എന്ന് പറയാറുണ്ട്. ചില ആൾക്കാർ പറയുന്നത് പാമ്പാട്ടി സിദ്ധർ തന്നെ ആയിരുന്നു അത്രേ പ്രഭാകര സിദ്ധയോഗികൾ എന്ന് പറയാം.
അപ്പൊ കേരളത്തിലെ നാനാവിധ ലീലകളാടി വിരാജിച്ചു വരുന്ന പ്രഭാകര സിദ്ധയോഗികൾ എന്നാണ് പറയാ. ഓ അദ്ദേഹം 10-14 വർഷം കടലിന്റെ അടിയിൽ താമസിച്ചിട്ടുണ്ടെന്നാണ് പറയാം. അദ്ദേഹത്തെ കുറിച്ചൊരു ബുക്ക്ലെറ്റ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. കടലിൽ മുക്കുവന്മാർ വലയിട്ടപ്പോൾ കിട്ടി, മേലൊക്കെ പായൽ പിടിച്ചോണ്ട്, പായൽ മനുഷ്യൻ, അന്നത്തെ മാതൃഭൂമിയിലൊക്കെ ന്യൂസായി വന്നു. അപ്പൊ ആ കടലിന്റെ അടിയിൽ അദ്ദേഹം സമാധി അവസ്ഥയിൽ താമസിച്ചു. മുക്കുവന്മാർ വലയിട്ടപ്പോൾ മീൻ പോലെ കിട്ടി. ലോക്കപ്പിൽ പോലീസുകാർ ലോക്കപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലോക്കപ്പ് തുറക്കുമ്പോൾ ആളെ കാണാനില്ല. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. എനിക്ക് നേരിട്ട് ഒരുപാട് അനുഭവങ്ങൾ നേരത്തെ പറഞ്ഞ ആള് പറഞ്ഞിട്ട് എനിക്കറിയാം. അദ്ദേഹം എൻ്റെ ഒരു ഗുരുസ്ഥാനത്തുള്ള ആളാണ്. അതല്ലാതെ ഞാൻ ഒരിക്കൽ പ്രഭാകര സിദ്ധികളുടെ സമാധി എന്ന് പറയുന്ന സ്ഥലമുണ്ട്, ഓമല്ലൂരാണ്. ഓമല്ലൂര് അദ്ദേഹത്തിന്റെ സമാധി മണ്ഡപമുണ്ട്. അവിടെ ആ മലയുടെ മേലെ ഒരു പ്രകൃതിദത്തമായ യോനിയുണ്ട്. എൻ്റെ മുകളിൽ ഇപ്പോൾ ഒരു ശ്രീചക്രമൊക്കെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് അവിടെ പോകാറുണ്ട്. ഒരിക്കൽ ഞാൻ അവിടെ പോയപ്പോൾ ഇതുപോലെ മഴ പെയ്യുന്നൊരു ദിവസമാണ്. അവിടെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഫാമിലി വന്നു. ഒരു അച്ഛൻ അമ്മ, അല്ല അച്ഛൻ അമ്മയല്ല, ഒരു ഭാര്യ ഭർത്താവ്, ഒരു കുട്ടി, അവരുടെ അമ്മ. അവർ വന്ന് കുറേ നേരം അവിടെ ഇരുന്ന് അവരെന്തൊക്കെയോ ജപിക്കുകയോ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അപ്പം ഞാൻ ചോദിച്ചു, അമ്മ എന്താ ഇവിടെ വരാൻ കാരണം? അപ്പം ഞാൻ സ്വാമിയുടെ ഭക്തയാണ് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഭക്തർ ഒരുപാട് പേരുണ്ടാവുമല്ലോ. മോനോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ സ്വാമിയുടെ ഭക്തനാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഇവരുടെ പേരിട്ടത് സ്വാമിയാണ്. ഗോകുലേശ്വരി എന്നാണ് ഇവരുടെ പേര്. ഈ അമ്മ കാണുന്നുണ്ടെങ്കിൽ, ഈ അമ്മയ്ക്ക് ആരെ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, അമ്മ എപ്പോഴും ഉണ്ടെങ്കിൽ ഇത് കണ്ടാൽ വലിയ സന്തോഷമാവും. ഗോകുലേശ്വരി എന്നാണ് അമ്മയുടെ പേര്. ഈ പേരിട്ട് അദ്ദേഹത്തിന്റെ ഈ അമ്മയുടെ അച്ഛന്റെ വലിയ സുഹൃത്തായിരുന്നു അത്ര സ്വാമിജി. അപ്പൊ ഈ അമ്മ ജനിച്ച ദിവസം തന്നെ ഒരു പശുക്കുട്ടിയും ജനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗോകുലേശ്വരി എന്ന് പേരിട്ട്. അപ്പൊ അമ്മ പറയാ എന്നോട്, ഞാൻ ചെറുതാവുമ്പോ 1% ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അത് എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് 1% കളവില്ല അതിൻ്റെ അകത്ത്. നമുക്ക് അവർക്ക് കളവ് പറയേണ്ട കാര്യമില്ല എന്നറിയാം. വളരെ ചെറുതാകുമ്പോൾ സ്വാമികൾ വരുമായിരുന്നു അത്രേ. എന്നിട്ട് അമ്മയും കൂട്ടി ഇങ്ങനെ നടക്കാൻ പോയിട്ട് ഒരു തടാകോ ഒരു പുഴയോ എന്താന്ന് ഞാൻ മറന്നുപോയി, ഒരു ചിറയോ എന്തോന്ന്, അവിടം വരെ അമ്മയുടെ കൈ പിടിച്ച് നടക്കും അത്രേ. ചിറയുടെ അടുത്തെത്തി അമ്മയുടെ കൈ വിട്ടിട്ട് പ്രഭാകര സിദ്ധയോഗികൾ ഈ ചിറയുടെ മുകളിൽ കൂടെ നടന്നിട്ട് അപ്പുറത്തേ പോകും അത്ര. എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് ഒരു കടയിൽ നിന്ന് മിഠായി മേടിച്ചിട്ട് തിരിച്ചു വന്ന് അമ്മയ്ക്ക് കൊടുക്കും അത്ര. എന്ന് ഈ അമ്മ ഒരു തരത്തിലുള്ള അതിശയോക്തി ഇല്ല, ഒന്നുമില്ലാതെ പറയാണ്, നേരെ അനുഭവം പറയാണ്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ആളുമായി ബന്ധപ്പെട്ട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഞാൻ വെളിപ്പെടുത്താത്തത് ഒരുപക്ഷെ അദ്ദേഹം അത് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല എന്നുള്ളതുകൊണ്ടാണ്. ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പാമ്പാട്ടി സിദ്ധർ ശങ്കരൻകോവിലാണ് സമാധിയായതെന്ന് പറയുന്നത്. പ്രഭാകര സിദ്ധയോഗികളെ കുറിച്ച് എപ്പോൾ പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ഒരു സമാധി ശങ്കരൻകോവിലാണ്. അത് ഒരു സമാധി എന്ന് പറഞ്ഞാൽ, ഒരു സമാധി ഓമല്ലൂരുണ്ട്, ഒരു സമാധി ശങ്കരൻകോവിലുണ്ട്, ഒരു സമാധി റഷ്യയിലുണ്ട്. അങ്ങനെ എവിടേക്കോ സമാധികളുണ്ട്. ഒരു സ്ഥലത്ത് സമാധിയാവും, അവിടുന്ന് എഴുന്നേറ്റ് പോയി അടുത്ത സ്ഥലത്ത് സമാധിയാവും, അങ്ങനെയാ പറയാം. അതൊരു ലീലയാണ്. എന്നാൽ സമാധി ആയിട്ടില്ല, ആള് ഇപ്പോഴും ഉണ്ട് എന്നാണ് പലപ്പോഴും വിശ്വസിക്കപ്പെടുന്നത്. അദ്ദേഹത്തെ വളരെയധികം പരിചയമുള്ള മറ്റൊരു വ്യക്തിയെ ഞാൻ ഒരിക്കൽ പരിചയപ്പെട്ടു. ഒരു ആർട്ടിസ്റ്റാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ചില കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ വീട്ടിൽ വരുമായിരുന്നു അദ്ദേഹം. ആർട്ടിസ്റ്റ് വിശ്വേട്ടനാണ്, വൈക്കം വിശ്വേട്ടൻ. ഒരുപാട് ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുള്ള, ലാലേട്ടൻ്റെ ഒക്കെ ഒരുപാട്, ഗുരുവായൂർ അമ്പലത്തിന്റെ നടയിലിരിക്കുന്ന ലക്ഷ്മി നരസിംഹത്തിന്റെ ചിത്രം വരച്ചിരിക്കുന്ന വിശ്വേട്ടൻ. ശബരിമല അയ്യപ്പസ്വാമിയുടെ ചിത്രം ഇപ്പൊ എല്ലാവരുടെ കയ്യിലുള്ള ചിത്രമൊക്കെ വരച്ചിരിക്കുന്ന വിശ്വേട്ടൻ. മാതങ്കിയുടെ ചിത്രം വരച്ചിരിക്കുന്ന ഒരുപാട് അനവധി ചിത്രങ്ങൾ വിശ്വേട്ടൻ വരച്ചു. വിശ്വേട്ടനോട് ഞാൻ എന്തോ കാര്യം പ്രഭാകര സിദ്ധയോഗികളെ കുറിച്ച് പറയുമ്പോൾ, ഒരു ചിത്രം വരയ്ക്കുന്നതിന് ബന്ധപ്പെട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹം എൻ്റെ വീട്ടിൽ വരുമായിരുന്നു ഇദ്ദേഹം ചെറുതാകുമ്പോൾ, വിശ്വേട്ടൻ ചെറുതാകുമ്പോൾ. അത് വിശ്വേട്ടനും കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്കുമല്ല, അപ്പൊ 3 ആള് കണ്ടതായിട്ട് എന്നെ സാക്ഷ്യപ്പെടുത്തി നേരിട്ട്. ഒന്ന് ഗോകുലേശ്വരി അമ്മ, ഒന്ന് വിശ്വേട്ടൻ, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ആള്. ഇങ്ങനെ 3 പേര് എൻ്റെ അടുത്ത് സാക്ഷ്യപ്പെടുത്തി. അദ്ദേഹം പറയുന്നത്, ഇദ്ദേഹം വരുന്ന സമയത്ത് ഇങ്ങനെ മുട്ടുകുത്തി ഇങ്ങനെ നടന്നു വെച്ചിട്ട് ആനയെ പോലെ, എന്നിട്ട് ഇങ്ങനെ വായ തുറന്ന് കാണിക്കും. അപ്പോൾ ചോറിന്റെ ഉരുള അങ്ങനെ ഉരുട്ടിയിട്ട് വായയിൽ വെച്ചു കൊടുക്കണം. അതൊരു കളി, പുള്ളിയുടെ കളി.
അങ്ങനെയൊക്കെ ഒരു വിസ്മയകരമായിട്ടുള്ള ജീവിതമായിരുന്നു പ്രഭാകര സിദ്ധയോഗി. ആ പ്രഭാകര സിദ്ധയോഗി ഒരുപക്ഷെ സിദ്ധപാരമ്പര്യമാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്നാണ് കിട്ടിയത്. സിദ്ധപാരമ്പര്യമാണെന്ന് പറയുന്ന സമയത്ത് സിദ്ധർക്ക് ഒരു പരിപാടിയുണ്ട്, വാശി യോഗം എന്നാണ് അതിന് പറയാം. നമ്മുടെ പ്രാണായാമത്തിന്റെ വാശി എന്ന് പറഞ്ഞാൽ ശിവ എന്ന് തന്നെയാണ്. വാശിയെ പിടിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. നമ്മൾ കുട്ടികളോട് പറയും വാശി പിടിച്ച് കരയല്ലേ എന്ന് പറയില്ലേ. വാശി പിടിച്ച് കരഞ്ഞാൽ കുട്ടികളിങ്ങനെ ബലം പിടിച്ച് ശ്വാസം വിടാതെ കരയും. അതിനാണ് വാശി പിടിച്ച് കരയല്ലേ എന്ന് പറയും. അതാണ് വാശി. ആ വാശി യോഗം തന്നെയാണ് ക്രിയായോഗം. അത് തന്നെയാണ് സിദ്ധാശ്രമത്തിലുള്ള ആൾക്കാർ പരിശീലിക്കുന്നത്. അതിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ ഒരു പദ്ധതി പ്രഭാകര സിദ്ധയോഗികളുടെ അടുത്ത് നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം എനിക്ക് കാണിച്ചു തരികയും പറഞ്ഞു തരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് സൂക്ഷ്മമായി ക്രിയായോഗത്തിൻ്റെ വാശിയോഗത്തിൻ്റെ പദ്ധതിയാണ്. ഇവിടെ 3 കണക്ഷൻസ് നമുക്ക് അൺവീലാവുന്നുണ്ട്. ഒന്ന്, ബാബാജി മഹാവതാർ എന്ന് വിളിക്കപ്പെടുന്ന ആള് ക്രിയായോഗിയാണ്. അദ്ദേഹം വാശിയോഗം പരിശീലിച്ച ആളാണ്. നമ്മുടെ പ്രഭാകര സിദ്ധയോഗി വാശിയോഗിയാണ്. സിദ്ധാശ്രമം വാശിയോഗമാണ്. എന്ന് വെച്ചാൽ സിദ്ധരിൽ നിന്നുണ്ടായതാണ് ഭാരതത്തിലെ എല്ലാവിധ പ്രാണായാമ സംവിധാനങ്ങളും എന്ന് കാണാൻ സാധിക്കും. എന്തായാലും ഗുരുദേവൻ നാരായണ ഗുരുദേവൻ പാമ്പാട്ടി ചിന്ത് ഇങ്ങനെ ചെയ്യുന്നത് വഴി അദ്ദേഹവും സിദ്ധപാരമ്പര്യത്തിൽ തന്നെയാണ്, അദ്ദേഹം ചട്ടമ്പി സ്വാമികൾ രണ്ടുപേരും സിദ്ധപാരമ്പര്യത്തിൽ തന്നെയാണ് എന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ദേവന്റെ കുണ്ടലിനി പാട്ടൊന്ന് കേട്ടോ. ബാക്കി ഇത് ഏത് രാഗത്തിലാണ് ചെയ്യുന്നത്? ഇത് നോർമലി പുന്നകവരാളിയിലാണ് പാടി കേൾക്കാറ്. ചിലപ്പോ ഈ പറഞ്ഞ പോലെ പാമ്പ് കുണ്ടലിനി പാമ്പ് എഴുതുന്ന പോലെ. അതെ. ആട് പാമ്പേ പുനം തേട് പാമ്പേ അരുളാനന്ദ കൂത്ത് കണ്ടാട് പാമ്പേ തിങ്കളും കൊന്നയും ചൂടുമീശൻ പദപങ്കജം ചേർന്നു നിന്നാടു പാമ്പേ വെണ്ണീറണിഞ്ഞു വിളങ്ങും തിരുമേനി കണ്ണീരൊഴുക കണ്ടാടു പാമ്പേ 1000 കോടി അനന്തൻ നീ ആനന്ദമായിരവും തുറന്നാടു പാമ്പേ ഓമെന്ന് തൊട്ടൊരു കോടി മന്ത്രപ്പൊരുൾ നാം എന്നറിഞ്ഞു കൊണ്ടാടു പാമ്പേ പുള്ളിപ്പുലി തോൽ ഉദയ്ക്കും പൂമേനി എന്നുള്ളിൽ കളിക്കും എന്നാടു പാമ്പേ പേയും പിണവും പിറക്കും ചുടുകാട് മേയും പരമ്പൊരുളാട് പാമ്പേ പൂമണക്കും കുഴലാളകം പൂകുമാ കോമളമേനി കണ്ടാടു പാമ്പേ നാദത്തിലുണ്ടാം നമ ശിവായ പൊരുളാദിയായുള്ളതെന്നാടു പാമ്പേ പൂമലരോനും തിരുമാലുമാരും പൊൻപൂ മേനി കണ്ടില്ലെന്നാടു പാമ്പേ കാമനെ ചുട്ട കണ്ണുള്ള കാലാരി തൻ നാമം നുകർന്നു നിന്നാടു പാമ്പേ വെള്ളിമലയിൽ വിളങ്ങും വേദപ്പൊരുൾ ഉള്ളിൽ കളിക്കുമെന്നാടു പാമ്പേ എല്ലാം ഇറക്കി എടുക്കുമേകൻ പദ പല്ലവം പറ്റി നിന്നാട് പാമ്പേ എല്ലാ അറിവും വിഴുങ്ങി വെറും വെളിയെല്ലയിൽ
നാടുപാമ്പേ എല്ലായറിവും വിഴുങ്ങി വെറും വെളിയെല്ലയിലേറി നിന്നാടുപാമ്പേ എല്ലാം വിഴുങ്ങി എതിരേറ്റെഴുന്നോരു ചൊല്ലെങ്ങുമുണ്ടു നിന്നാട് പാമ്പേ ചൊല്ലെല്ലാമുണ്ട് ചുടരായേഴും പൊരുളെല്ലയിലേറി നിന്നാട് പാമ്പേ ദേഹം നിജമല്ല ദേഹിയൊരുവനീ ദേഹത്തിലുണ്ടറിഞ്ഞിടു പാമ്പേ നാടും നഗരവും ഒന്നായി നാവിൽ നിന്നാടു നിന്നാമമോദിടു പാമ്പേ ദേഹവും ദേഹിയും ഒന്നായി വിഴുങ്ങിടു മേഘനുമുണ്ടറിഞ്ഞിടു പാമ്പേ പേരിങ്കൽ നിന്നു പേരുവെളി എന്നല്ല പാരാതി തോന്നിയെന്നാടു പാമ്പേ ചേർന്നു നിൽക്കും പൊരുളെല്ലാം ചെന്താരോട് നേർന്നു പോ